നമ്മൾ ഗ്രേഡ് 8ന്റെ ചാപ്റ്റർ 2 അതിൽ ഫിഗർ ഇറ്റ് ഔട്ട് ഫസ്റ്റ് ഫിഗർ ഇറ്റ് ഔട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. ദ ബൗദ്ധികന്യ പൈതഗോറസ് തിയറം എന്നുള്ള ചാപ്റ്ററിന്റെ ആദ്യത്തെ ഫിഗർ ഇറ്റ് ഔട്ട്. അപ്പം അതിൽ ഫിഗർ ഇറ്റ് ഔട്ട് എളുപ്പമാണ്. സെക്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അത്രയും ഡിഫിക്കൽട്ടി ഇല്ല ഫിഗർ ഇറ്റ് ഔട്ട് ചെയ്യാനായിട്ട്. Earlier we saw a method to create a square with double the area of a given square paper. ഒരു തന്നിരിക്കുന്ന സ്ക്വയർ പേപ്പറിൽ എങ്ങനെയാണ് നമുക്ക് ഏരിയ ഡബിൾ ആക്കുന്നതെന്ന് കണ്ടു. There is another method to do this in which two identical square papers are cut in the following way. ഇതിന്റെ അകത്ത് രണ്ട് സ്ക്വയർ പേപ്പേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. Can you arrange these pieces to create a square with double the area of either squares? ഈ രണ്ട് സ്ക്വയർസും കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിനെ ഡബിൾ ദ ഏരിയ ആക്കി മാറ്റാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പം ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു സ്ക്വയറിനെ എന്ത് ചെയ്തു, അവര് ഡയഗണലിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി, ഇവിടെ അടുത്ത ട്രയാങ്കിൾ കിട്ടി. അതുപോലെ തന്നെ വേറെ ഒരു സ്ക്വയറിനെ ഇതുപോലെ കട്ട് ചെയ്തപ്പോൾ നമുക്ക് മൂന്നാമതൊരു ട്രയാങ്കിൾ കിട്ടി, നാലാമതൊരു ട്രയാങ്കിൾ കിട്ടി. ഇതിന്റെ ഡബിൾ ദ ഏരിയ ആയിട്ട് ഈ ട്രയാങ്കിളിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ക്വയർ വരയ്ക്കാമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 1ഉം 2ഉം ഇതിനെ ഞാൻ ഈ ഇതിലേക്ക് മാറ്റാം. അപ്പൊ ഇവിടെ ഒരു പോർഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ പോർഷൻ ഞാൻ ഇവിടെ കയറി ചെയ്തു. ഈ രണ്ട് പോർഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു മൂന്നാമത്തെ ട്രയാങ്കിൾ, ഈ പോർഷന്റെ മൂന്നാമത്തെ ട്രയാങ്കിൾ ഇവിടെ വെച്ചു. അതുപോലെ തന്നെ നാലാമത്തെ പോർഷനും ഇവിടെ വയ്ക്കാൻ പോകും. നാലാമത്തെ ട്രയാങ്കിളും ഇവിടെ വെച്ചു. അപ്പൊ നോക്കിക്കേ, ഡബിൾ ദ ഏരിയ കിട്ടിയില്ലേ. ഇവിടെ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്വയറിനെ ഞാൻ എന്ത് ചെയ്തു, രണ്ട് ഡയഗണൽ വെച്ച് കട്ട് ചെയ്തു. രണ്ട് ഡയഗണൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടി, 4 ട്രയാങ്കിൾസ് കിട്ടി. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. 1ഉം 2ഉം ഞാൻ അറേഞ്ച് ചെയ്തു. അല്ലെങ്കിൽ ഇപ്പുറം 1ഉം ഇപ്പുറം 2ഉം കൊടുക്കാം, ഇവിടെ 3ഉം 4ഉം കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇതിപ്പോ 3ഉം 4ഉം കൊടുക്കുവാണെങ്കിൽ അപ്പുറത്തെ 1ഉം 2ഉം ആയിട്ട് കൊടുക്കും. ഇപ്പൊ ഡബിൾ ദ ഏരിയ ആയില്ലേ. ഇവിടെ ഒരു സ്ക്വയറിന്റെ അകത്ത് രണ്ട് ട്രയാങ്കിളേ ഉള്ളൂ, പക്ഷെ ഇവിടെ സ്ക്വയറിന്റെ അകത്ത് എത്ര വന്നു, 4 ട്രയാങ്കിൾ വന്നു. അപ്പൊ നമുക്ക് ഡബിൾ ദ ഏരിയ ആയിട്ട് കിട്ടി. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് തരും. 1ഉം 2ഉം കഴിഞ്ഞിട്ട് ഇപ്പുറം 3ഉം 4ഉം കൂടി വെച്ചു. അത്രേ വ്യത്യാസമുള്ളൂ. ഇതിന്റെ ഒരു സ്റ്റെപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത് 2 ഐഡന്റിക്കൽ സ്ക്വയേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ദീസ് ആർ കട്ട് ഡയഗണലി. ഡയഗണലി കട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി, 2 ഈക്വൽ ട്രയാങ്കിൾസ് കിട്ടി. ഇതിനെ നമ്മൾ രണ്ട് ഡയഗണൽ വെച്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കട്ട് ചെയ്തപ്പോൾ നമുക്ക് എത്ര ട്രയാങ്കിൾ കിട്ടി, ഇവിടെ 4 ഐഡന്റിക്കൽ ട്രയാങ്കിൾസ് കിട്ടി. രണ്ട് ഐഡന്റിക്കൽ സ്ക്വയറിൽ നിന്ന് 4 ഐഡന്റിക്കൽ ട്രയാങ്കിൾസ് കിട്ടി. ഏരിയ ഓഫ് 2 ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ഗിവൺ സ്ക്വയർ ആണ്. അപ്പൊ ഏരിയ ഓഫ് 4 ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ എത്ര വരും, ഡബിൾ ദ ഏരിയ ഓഫ് ദ ഗിവൺ സ്ക്വയർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, the length of two sides of an isosceles triangle is given. ഇവിടെ രണ്ട് സൈഡ് തന്നിട്ടുണ്ട്. ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ്. നമുക്ക് കണ്ടുപിടിക്കുന്ന എന്താ, ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. ഫൈൻഡ് ദ ബൗണ്ട്സ് ഓൺ ദ ലെങ്ത് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് സച്ച് ദാറ്റ് ദേ ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഡിജിറ്റ് ആഫ്റ്റർ ദ ഡെസിമൽ പോയിന്റ്. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഡിജിറ്റ് എങ്കിലും വേണം. ബൗണ്ട്സ് എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എവിടെ വരെ പോകും. അപ്പൊ നമ്മൾ ഒരു ഐസോസ്ലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. അപ്പം ആദ്യത്തെ കേസിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഈക്വൽ സൈഡ്സ് 3 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ സൈഡും 3, ഇവിടുത്തെ സൈഡും 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാലോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. അപ്പൊ ആദ്യത്തെ കേസിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എത്രയാണെന്ന് അറിയില്ല, അത് അതുപോലെ തന്നെ എടുക്കാം. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നതും 3 ആണ്, ബേസ് എന്ന് പറയുന്നതും എത്ര തന്നെയാണ്, 3 ആണ് വരുന്നത്. കാരണം ലെങ്ത് ഓഫ് 2 ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസ്ലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 പ്ലസ് 9 വരും. 9 പ്ലസ് 9 എന്ന് പറയുന്നത് 18 കിട്ടി. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ് 18. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എത്രയാണ്, √18. അപ്പൊ 18ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2, പിന്നെ വരുമ്പോൾ 9, പിന്നെ വരുമ്പോൾ 3, പിന്നെ വരുമ്പോൾ 3,
1. അപ്പൊ ഇതിന് നമുക്ക് 2 3യിൽ നിന്ന് ഒരു 3 എടുക്കാമല്ലോ. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എത്രയാന്ന് കിട്ടി? 3√2 ആണ് കിട്ടി. ഇനി നമുക്ക് √2ന്റെ വാല്യൂ അറിയാലോ. √2 എന്ന് പറയുന്നത് എത്രയാ വന്നത്? √2 നമുക്ക് ഏത് വാല്യൂ 1.14 എടുക്കാം, അല്ലെങ്കിൽ അല്ല 1.414 എടുക്കാം, അല്ലെങ്കിൽ 1.41 ഏത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഞാൻ √2 എന്ന് പറയുന്നത് 1.414 ആണ് എടുക്കുന്നത്. കാരണം പോയിന്റ് കഴിഞ്ഞിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു ഡെസിമൽ വാല്യൂ എങ്കിലും വേണമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. 1 ഡെസിമൽ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു വാല്യൂ വരാൻ പാകത്തിന്. അപ്പൊ ഇവിടെ √2ന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 1.414. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? നമുക്ക് 3√2 അല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ √2 ലൈസ് ചെയ്യുന്നത് ഇതിന്റെ ഇടയ്ക്ക് അപ്രോക്സിമേറ്റ്ലി ഈ വാല്യൂ ആണ് വരുന്നത്. അപ്പൊ 1.414ന്റെയും അതുപോലെ തന്നെ 1.415ന്റെ ഇടയ്ക്കാണ് ആര് കിടക്കുന്നത്? √2 കിടക്കുന്നത്. ഇവിടെ നമുക്ക് എത്രയാ വേണ്ടേ? 3√2 വേണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇത് എന്തായിട്ട് മാറും? 3 × 1.414 ലെസ് ദാൻ 3√2 ലെസ് ദാൻ 3 × 1.415. 3 × 1.414 ചെയ്യാം. അപ്പൊ നമുക്ക് ഈ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡെസിമൽ പ്ലേസ് മതി. 3 × 1.414 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4.24 ആണ്. 4.24ൽ നമ്മൾ എന്തെടുത്തേച്ചാൽ മതി? 4.2 എടുത്തേച്ചാൽ മതി. ലെസ് ദാൻ 3√2 ലെസ് ദാൻ ഇനി 3 × 1.415 അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ 4.245ഉം മറ്റോടത്ത് ചെയ്യുമ്പോൾ 2.242 എന്നാണ് വന്നത്. ഇതിന്റെ രണ്ടിടയ്ക്കുള്ള വാല്യൂ ആണ് വരുന്നത്. ഇപ്പം ഇവിടെ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് എടുക്കാം. ഇവിടെ എടുത്തേക്കണുണ്ടോ 4.2ഉം 4.3 എന്നാണ് എടുത്തേക്കണത്. അപ്പൊ ഇവിടെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 0.5ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4.2 ലെസ് ദാൻ 3√2 ലെസ് ദാൻ 4.25. ഇത് നമ്മൾ എടുക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡെസിമൽ പ്ലേസസ് ആണ് വരുന്നത്. അപ്പൊ ഇതിനെ നമ്മളൊന്ന് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഒരു ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? 4.2 ലെസ് ദാൻ 3√2 ലെസ് ദാൻ 4.5. അല്ലെങ്കിൽ 4.2നും 4.3ക്കും ഇടയ്ക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. 4.2നും 4.3ക്കും ഇടയ്ക്ക് എടുത്താലും കുഴപ്പമില്ല. ഇതിൽ നമ്മൾ എടുക്കുന്ന വാല്യൂ അനുസരിച്ചാണ് ഇതിന്റെ വ്യത്യാസം വരുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ √2ന് നമുക്ക് പല വാല്യൂസ് വരുന്നുണ്ടല്ലോ. ഇവിടെ നമുക്ക് 1.4ഉം 1.5 എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? 1.41 1.42 എടുക്കാം. അല്ലെങ്കിൽ 1.414 1.415 എടുക്കാം. ഈ 1.4ഉം 1.5ഉം ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് √2ന് എടുക്കാം. 1.4ഉം 1.5ഉം ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടുത്തെ വാല്യൂ വരുന്നത് 3 × 1.4 ലെസ് ദാൻ 3√2 ലെസ് ദാൻ 3 × 1.5. അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4.2 ലെസ് ദാൻ 3√2 ലെസ് ദാൻ 4.5 എന്ന് പറഞ്ഞിട്ട്. അല്ല ഇവിടെയാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ ഈ വാല്യൂ എടുക്കണമെങ്കിൽ എങ്ങനെ വരും? 4.242 3√2 ലെസ് ദാൻ. അപ്പൊ ഇവിടുത്തെ 2 എന്നുള്ള വാല്യൂ മാറിയിട്ട് ഇവിടെ 2.4ഉം മറ്റോടത്ത് നമുക്ക് എങ്ങനെ എഴുതാം? 4.25 എന്ന് എഴുതാം. ഇവിടെ ആഫ്റ്റർ 1 ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡെസിമൽ വാല്യൂ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് 1 ഡിജിറ്റ് ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഏറ്റവും കുറഞ്ഞത് ഒരു ഡിജിറ്റ് എങ്കിലും എഴുതാം. അപ്പൊ നമുക്ക് ഇങ്ങനെ റൗണ്ട് ഓഫ് ചെയ്ത് ആൻസർ ചെയ്യാം. ഇനി അടുത്തത് 4ന്റെ ചോദിച്ചേക്കുന്നത്. 4ന്റെയും ഇതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുക. നമുക്ക് എത്രയാ വന്നത്? നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് വാല്യൂല് വ്യത്യാസം വരും. അപ്പൊ ഇവിടത്തെയും 4 ഇവിടത്തെയും 4. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു ബേസ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു
ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇപ്പോൾ 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16, 16 പ്ലസ് 16 എന്ന് പറയുമ്പോൾ 32 ആണ് വരുന്നത്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? റൂട്ട് 32 എന്ന് കിട്ടും. റൂട്ട് 32 എന്ന് പറയുമ്പോൾ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 16 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കിട്ടും. പിന്നെയും 2, പിന്നെയും 2. അപ്പോൾ ഇതുമ്പോൾ ഈ രണ്ട് 2-ൽ നിന്ന് ഒരു 2-നെ എടുക്കുക. ഈ രണ്ട് 2-ൽ നിന്ന് ഒരു 2-നെ എടുക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4. പിന്നെ മറ്റേതിൻ്റെ അകത്ത് ഒരു റൂട്ട് ഒറ്റയ്ക്ക് എടുക്കുക. അപ്പോൾ എത്രയാന്ന് കിട്ടും? 4 റൂട്ട് 2 ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ റൂട്ട് 2-ന്റെ വാല്യൂ എടുക്കുക. റൂട്ട് 2 എന്ന് പറയുന്നത് ഇപ്പോൾ 1.4 ലെസ് ദാൻ റൂട്ട് 2 ലെസ് ദാൻ റൂട്ട് 5. 1.5. ഇനി നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക? രണ്ടിടത്തും ആരെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? 4 × 1.4 ലെസ് ദാൻ റൂട്ട് 2 ലെസ് ദാൻ 1.5 × 4. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ആൻസർ കിട്ടുന്നത് 5.6 ലെസ് ദാൻ, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. രണ്ടിടത്തും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 റൂട്ട് 2 ലെസ് ദാൻ 6 എന്നാണ്. ഇപ്പോൾ ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് വാല്യൂ ഒന്നും കിട്ടുന്നില്ല. 1.4 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ്? ഇതിന് പകരം നമുക്ക് എങ്ങനെ എടുക്കാം? 1.414 എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഏതെടുത്താലും കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നിരിക്കട്ടെ. 4 × 1.414 ലെസ് ദാൻ 4 റൂട്ട് 2 ലെസ് ദാൻ 4 × 1.415. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 5.6 ലെസ് ദാൻ 4 റൂട്ട് 2 ലെസ് ദാൻ 5.66. ഈ വാല്യൂ എടുക്കുമ്പോൾ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിയറർ ടു തൊട്ടടുത്തുള്ള ഒരു വാല്യൂ ആയിരിക്കും വരുന്നത്. ഇവിടെ വരുമ്പോൾ 5.65 ലെസ് ദാൻ 4 റൂട്ട് 2 ലെസ് ദാൻ 5.66. പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് വാല്യൂ കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ല. ഒന്നിൽ കൂടുതൽ വാല്യൂ കിട്ടണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എയുടെ വാല്യൂ എത്ര കൊടുക്കുക? 6 കൊടുക്കുക. ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. 6 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ 36 പ്ലസ് 36 വരും, 72 വരും. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് റൂട്ട് 72. റൂട്ട് 72-ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ എഴുതി വെക്കുക. അപ്പം 36 വീണ്ടും 2 എടുക്കുക. അപ്പോൾ 18 വീണ്ടും 2 എടുക്കുക. 9 3 എടുക്കുക. 3 3 1. അപ്പോൾ ഈ രണ്ട് 3-ൽ നിന്ന് ഒരു 3-നെ എടുക്കാം. ഈ രണ്ട് 2-ൽ നിന്ന് ഒരു 2-നെ എടുക്കാം. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 3 × 2 റൂട്ട് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു 6 റൂട്ട് 2 ആണ് കിട്ടി. ഹൈപ്പോട്ടന്യൂസ് 6 റൂട്ട് 2 ആണെങ്കിൽ നമുക്ക് റൂട്ട് 2-ന്റെ വാല്യൂ എന്തെടുക്കാം? 1.414 ലെസ് ദാൻ റൂട്ട് 2 ലെസ് ദാൻ 1.415. ഇനി രണ്ടിടത്ത് നമ്മൾ എന്ത് ചെയ്യുക? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 6 × 1.414 ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? രണ്ട് സൈഡിലും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 6 റൂട്ട് 2 ആവും. ഇവിടെ 6 × 1.415 എന്നാവും. 6 × 1.414 എന്ന് പറയുന്നത് 8.484 ലെസ് ദാൻ 6 റൂട്ട് 2. പിന്നെ 6 × 1.415 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8.49. വേണമെങ്കിൽ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? 8.4-ഉം 8.5-ഉം എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 8.484 ലെസ് ദാൻ 6 റൂട്ട് 2 ലെസ് ദാൻ 8.49. അപ്പോൾ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 8.484, അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 8.49. ഇനി A8 ആകുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ സൈഡ് ലെങ്ത് 8 ആകുമ്പോൾ എത്ര വരും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 8 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. 8 സ്ക്വയർ എന്ന് പറയുമ്പോൾ 64 പ്ലസ് 64 128 കിട്ടും. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ റൂട്ട് 128. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 128-ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എടുക്കാം. 128-നെ ആദ്യം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 64 കിട്ടും. 64-നെ വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 32 കിട്ടും. 32-നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 16 കിട്ടും. 16-നെ വീണ്ടും ചെയ്യുമ്പോൾ 8 കിട്ടും. പിന്നെ 4 കിട്ടും. പിന്നെ 2 കിട്ടും. പിന്നെ 2 കിട്ടും.
അപ്പോൾ ഈ 2 2-ൽ നിന്ന് ഒരു 2-നെ എടുത്തു, വീണ്ടും 2 2-ൽ നിന്ന് ഒരു 2-നെ എടുത്തു, വീണ്ടും 2 2-ൽ നിന്ന് ഒരു 2-നെ എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 8√2 ആണ് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ റൂട്ട് 2ന്റെ വാല്യൂ ചെയ്തു 1.414 ലെസ് ദാൻ റൂട്ട് 2 ലെസ് ദാൻ 1.415. ഇനി എന്ത് ചെയ്യുക? നമ്മൾ രണ്ടിടത്തും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് 8√2 ആവും. ഇവിടെ വരുമ്പോൾ 8 ഇൻറ്റു എന്ന് പറഞ്ഞു വരും. അപ്പം 1.414 ഇൻറ്റു 8 അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടുത്തെ വാല്യൂ എന്ന് പറയുമ്പോൾ 11.312 ലെസ് ദാൻ 8√2 ലെസ് ദാൻ. അടുത്തത് വരുമ്പോൾ 1.415 ഇൻറ്റു 8 ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 11.32. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കായിരിക്കും വരുന്നത്. 11.312 11.32 ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇപ്പം 8 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 40 അല്ലേ? 9 0 കൂടി ഉണ്ടാവും. ഇനി 5th ബിറ്റ് വെച്ചിരിക്കുന്ന A9 ആവുമ്പോൾ A9 ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 9² + 9² ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 9² + 9² എന്ന് പറയുമ്പോൾ 81 + 81 ദാറ്റ് ഈസ് 162. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 162. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണെന്ന് കിട്ടും? 9√2 എന്ന് കിട്ടും. അപ്പോൾ വീണ്ടും നമ്മൾ ആ വാല്യൂ ചെയ്ത് 1.414 ലെസ് ദാൻ പിന്നെ √2 പിന്നെ എന്തെടുക്കണം? 1.415. ഇനി നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് 9√2 ആവും. ഇൻറ്റു 9 ചെയ്യും. ഇനി ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. 9 ഇൻറ്റു 1.414. ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ 12.726 ലെസ് ദാൻ 9√2 ലെസ് ദാൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? 9ന്റെ 1.415 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12.735 കണ്ടോ? അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുമ്പോൾ 12.72 ഇവിടുത്തെ വാല്യൂ എന്ന് പറയുമ്പോൾ 12.73. അതിൻ്റെ ഇടയ്ക്കായിരിക്കും അത് ബൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയും കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് പറഞ്ഞ മാതിരി ഈ ഇതിലെ വാല്യൂ വെച്ചാണെങ്കിലും കണ്ടുപിടിക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം തോന്നുന്നു. ഇനി ക്വസ്റ്റ്യൻ 3 പറഞ്ഞിരിക്കുന്നത് ഹൈപ്പോട്ടന്യൂസ് ഓഫ് ആൻ ഐസോസെലസ് റൈറ്റ് ട്രയാംഗിൾ ഈസ് 10. ഹൈപ്പോട്ടന്യൂസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 10 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി രണ്ട് സൈഡ് കണ്ടുപിടിക്കാം. ഇപ്പം നമുക്ക് ഇവിടെ നമ്മൾ ഹൈപ്പോട്ടന്യൂസിന്റെ ഇക്വേഷൻ തന്നെ കൊടുക്കുകയാണ്. പൈതഗോറസ് തിയറം കൊടുക്കുമ്പോൾ എത്ര കിട്ടും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. രണ്ടിടത്ത് A ആയതുകൊണ്ട് A² + A². ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ 10². A² എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യമുണ്ട്. 1A² + 1A², 2A². അപ്പോൾ 10² എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് കിട്ടും? 100 ആണ് കിട്ടും. 2A² ആണ് 100. അപ്പോൾ A² എന്ന് എത്രയായിരിക്കും? പിന്നെ 100 ഡിവൈഡഡ് ബൈ 2. 100 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ് തന്നെ. അപ്പോൾ A എന്ന് പറയുന്നത് എത്രയായിരിക്കും? പിന്നെ √50. √50 നമുക്ക് എങ്ങനെ എഴുതാം? √25 ഇൻറ്റു 2 എന്ന് എഴുതാം. √25 എന്ന് പറയുമ്പോൾ 5√2. അപ്പോൾ ഓർണത്തിൻ്റെ സൈഡ് എത്രയാണെന്ന് പറഞ്ഞു കിട്ടും? A എന്ന് പറയുന്നത് 5√2 ആണ്. അല്ലെങ്കിൽ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ വെച്ച് ചെയ്യാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ കമ്പോസ്ഡ് ഓഫ് 2 സച്ച് റൈറ്റ് ട്രയാങ്കിൾ. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ വരച്ചിട്ട് അപ്പോൾ 2 റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് കിട്ടി അങ്ങനെയും സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ മെത്തേഡ് വെച്ച് ഡയറക്റ്റ്ലി നമുക്ക് റൈറ്റ് ട്രയാങ്കിളിന്റെ ഫോർമുല കൊടുത്താണെങ്കിലും സോൾവ് ചെയ്യാം. അപ്പോൾ അതർ 2 സൈഡ്സ് ലെങ്ത് എന്ന് പറയുന്നത് 5√2 ആണ് കേട്ടോ. ഓക്കെ, അപ്പം അടുത്ത സെഷൻ അടുത്ത ക്ലാസ്സിൽ പറയാം.